ബാലാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത കൂടിയുണ്ട്. അന്തരിച്ച മുൻ MLA വാഴൂർ സോമൻ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള തുക വകയിരുത്തിയെങ്കിലും വീതി കൂട്ടാൻ അനുവദിക്കാതെ എസ്റ്റേറ്റ് മാനേജ്മെന്റ്. ബാലാവകാശ കമ്മീഷൻ മുൻപാകെ കുട്ടികൾ നൽകിയ പരാതിയിൽ സ്ഥലം സന്ദർശിക്കുകയും നടപടി ഉണ്ടാക്കുമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. വണ്ടിപ്പെരിയാർ മ്ലാമല മുതൽ തേങ്ങാക്കൽ വരെയുള്ള 3 കിലോമീറ്റർ റോഡിന്റെ ഭാഗമാണ് ഇപ്പോഴും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത്. അവിടെ എസ്റ്റേറ്റ് മാനേജ്മെന്റ് സ്ഥലം വീതി കൂട്ടി നൽകുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ പരാതി. ആ വാർത്തയിലേക്ക് ഒന്ന് പോയി വരാം. വർഷങ്ങളായി തകർന്നു സഞ്ചാരയോഗ്യമല്ലാതായി കിടന്നിരുന്ന വണ്ടിപ്പെരിയാർ തേങ്ങൽ റോഡ് അന്തരിച്ച മുൻ പീരുമേട് MLA വാഴൂർ സോമന്റെ ശ്രമഫലമായി നിർമ്മാണ പൂർത്തീകരണത്തിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. റോഡിന്റെ നിർമ്മാണ പൂർത്തീകരണത്തിന് 3 കിലോമീറ്റർ ഭാഗം 8 മീറ്റർ വീതിയിൽ ലഭിക്കേണ്ടതുണ്ട്. ഇതിന് റോഡ് കടന്നുപോകുന്ന ഭാഗത്തെ എസ്റ്റേറ്റ് മാനേജ്മെന്റ് റോഡ് വീതി കൂട്ടി നിർമ്മിക്കുന്നതിന് തടസ്സം നിൽക്കുകയാണ്. ഇതിനെതിരെയാണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് സന്ദർശന വേളയിൽ മ്ലാമല ഫാത്തിമ മാത നാലുകണ്ടം SN സ്കൂൾ, വിശ്വജ്യോതി സ്കൂൾ എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളും റോഡ് വികസന സമിതി അംഗങ്ങളും ജനപ്രതിനിധികളും പരാതി അറിയിച്ചത്. കമ്മീഷൻ വണ്ടിപ്പെരിയാർ ഒരു ഔദ്യോഗിക മീറ്റിംഗുമായി ബന്ധപ്പെട്ട് വന്നപ്പോഴാണ് ഈ മേഖലയിലെ കുട്ടികളുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട്, യാത്രാ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരു പരാതി കമ്മീഷൻ തന്നത്. അപ്പോൾ അത് നേരിട്ട് സ്ഥലം കാണാനും എന്താണ് അതിന് സാധ്യത എന്ന് പരിശോധിക്കാനാണ് കമ്മീഷൻ വന്നത്. കമ്മീഷൻ ഇത് കേസ് ആയിട്ട് എടുത്തിട്ട് എസ്റ്റേറ്റ് അധികാരികളോടും കളക്ടറോടും റെസ്പോണ്ട് ആക്കിയിട്ട് ഇതിൽ പരിഹാരമാർഗം കണ്ടെത്താനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ മുന്നിൽ വയ്ക്കുന്നത്. കമ്മീഷൻ ഇതിൻ്റെ ഒരു പരിഹാരം കാണാനുള്ള ശ്രമം നടത്തും. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സംസ്ഥാന അംഗവും ജില്ലാ ഇൻചാർജറുമായ KK ഷൈജു, സംസ്ഥാന അംഗങ്ങളായ ഡോക്ടർ F വിൽസൺ, D മോഹൻകുമാർ, ജില്ലാ ശിശുക്ഷേമ സംരക്ഷണ ഓഫീസർ VI നിഷ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് റോഡ് സന്ദർശിച്ചത്. പ്രശ്നപരിഹാരത്തിനായി തോട്ട മാനേജ്മെന്റുമായി പ്രാഥമിക ചർച്ച നടത്തുമെന്നും ഫലം കണ്ടില്ലെങ്കിൽ ഇലക്ഷന് ശേഷം ജില്ലാ കളക്ടർ, വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് എന്നിവരെ കക്ഷി ചേർത്ത സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കേസ് ഫയൽ ചെയ്യുമെന്നും കമ്മീഷൻ അംഗങ്ങൾ അറിയിച്ചു. പരാതി നൽകിയ സ്കൂളിലെ വിദ്യാർത്ഥി പ്രതിനിധികൾ, വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഹരിദാസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഗീത നേശയ്യൻ, അൽഫോൺസ, റോഡ് വികസന സമിതി അംഗങ്ങളായ MT ലിസി, കബീർ താന്നിമുട്ടിൽ, MT ശശികുമാർ തുടങ്ങിയവർ കമ്മീഷന്റെ സന്ദർശന വേളയിൽ ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.